നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രി ശോഭ മോഹനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട മുഖമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വെറുതെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു താരം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ആളല്ല ശോഭ മോഹൻ. കാരണം വളരെ സമ്പന്നമായ ഒരു അഭിനയ പാരമ്പര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ്. നമ്മളെല്ലാം വളരെ പ്രിയപ്പെട്ട പഴയകാല നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകളാണ്. പുതിയ തലമുറക്കാർക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട സായികുമാറിൻ്റെ സിസ്റ്ററാണ്. പിന്നെ രണ്ട് ഗടാഗടിയന്മാരായ നടന്മാർ, ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള വിനു മോഹൻ്റെ അനു മോഹൻ്റെയും അമ്മയാണ്. സിനിമ സീരിയൽ താരം വിദ്യയുടെ അമ്മായിയമ്മയാണ്. അങ്ങനെ പറഞ്ഞു വന്നാൽ കുറേ ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വിനു എൻ്റെ അടുത്ത് പറയായിരുന്നു, അമ്മ സംഘടനയിൽ ഏറ്റവും കൂടുതൽ വോട്ടവകാശമുള്ള ഫാമിലിയാണ്, അതല്ലേ? അവിടെ ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. കാരണം എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നമ്മളിപ്പോൾ പുതിയ തലമുറ അറിയുന്നത് ഇപ്പോൾ ചാന്തുകൂട്ടൊക്കെ പോലുള്ള സിനിമകളിലൊക്കെ വന്നൊരു അമ്മ കഥാപാത്രമായിട്ടാണെങ്കിലും വളരെ സുന്ദരിയായിട്ട് നായികയായിട്ട് അഭിനയിച്ച പഴയൊരു സിനിമയുണ്ട്, ബലൂൺ എന്നാണ് എൻ്റെ പേര്. മറ്റൊരു കാര്യം, മുകേഷിൻ്റെ ആദ്യത്തെ നായികയാണെന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ആളാണ് ശോഭേച്ചി. അപ്പോൾ നമസ്കാരം, എന്തായാലും വെൽക്കം ടു നമ്മുടെ ചാനൽ. ഞാൻ ഈ ബലൂണിനെ പറ്റി വായിച്ചപ്പോൾ ബലൂണിൻ്റെ പിന്നണിക്കാരെന്നൊക്കെ പറയുന്നത് വളരെ പ്രമുഖരായിരുന്നു, അല്ലേ? കുടുംബമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. TV കൊച്ചുബാബ എന്ന പ്രശ്ന കഥാകൃത്തായിരുന്നു. അതിൻ്റെ നോവലായിരുന്നു. പിന്നെ തിക്കോസിയാണ് പാട്ട് എഴുതിയത്, അല്ലേ? പിന്നെ രവി ഗുപ്തൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സംവിധായകനാണ്. ദിവാകരമേനോനാണ്. അങ്ങനെ ഏറ്റവും എന്താ പറയുക, തുടക്കം തന്നെ അങ്ങനെ ഒരു ഗംഭീരമായിരുന്നു. പക്ഷെ തുടക്കത്തിന് ശേഷം 20 വർഷം പിന്നെ കണ്ടില്ല. പബ്ലിസിറ്റി ആയിരുന്നു. ഓമാധവന്റെ മോനും കൊട്ടാരക്കരയുടെ മോളും കൂടെ. പിന്നെ പബ്ലിസിറ്റിക്ക് അന്ന് നാന ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിരുന്ന സിനിമ വാരിക, അതിന് പബ്ലിസിറ്റിക്ക് യാതൊരു കുറവുണ്ടായില്ല. പക്ഷെ അതിനു മുമ്പൊരു ബാലതാരമായിട്ട് അഭിനയിച്ചു, അല്ലേ? ബാലതാരമായിട്ട് അഭിനയിച്ചല്ല, അത് തൊമ്മൻ്റെ മകൾ എന്നും പറഞ്ഞൊരു പടം. അന്ന് എൻ്റെ ചേച്ചിയാണ് അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യാൻ പോയത്, അച്ഛൻ്റെ 3 മക്കളിലെ മോളായിട്ട്. അങ്ങനെ പോയപ്പോൾ ലൊക്കേഷനിൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയപ്പോൾ ഞാനങ്ങനെ ഓടി അവിടെയൊക്കെ നടന്നപ്പോൾ ശശികുമാർ സാറായിരുന്നല്ലോ എൻ്റെ ഡയറക്ടർ. അപ്പോൾ പുള്ളി ഞാൻ കൊച്ചിലെ നല്ല ഞാൻ സ്മാർട്ട് ആകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെയൊക്കെ ഓടി നടന്നപ്പം പുള്ളി ചുമ്മാ വിളിച്ച ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ്. ചുമ്മാ ഒരു പാടത്തൂടെ പോയിട്ട് വേലി പൊളിക്കാൻ പറ്റുന്ന, ആരാടാ വേലി പൊളിക്കുന്നൊരു ഡയലോഗൊക്കെ എഴുതി. ചേച്ചി നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തതിനകത്ത്. ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല അതൊക്കെ ചേച്ചി പാടുന്നതാണ്. ഇല്ല, ചേച്ചി അതൊരെണ്ണേ ചെയ്തോളൂ. അച്ഛൻ്റെ ഒരു കാലത്തേക്ക് പോകണമെങ്കിൽ എൻ്റെ ഒരു അറിവ് 100-300ഓളം സിനിമകളിൽ അഭിനയിച്ചു, അല്ലേ? പുതിയ തലമുറ നോക്കുമ്പോഴത്തേക്കും മൈഡിയ കുട്ടിച്ചാത്തനിലെ മന്ത്രവാദി എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നൊരു ഒരു മുഖമെങ്കിലും. എനിക്ക് തോന്നുന്നു അരനാഴിക നേരത്തിലൊക്കെ കുഞ്ഞനാച്ചനൊക്കെ ഗംഭീരമായ ക്യാരക്ടറായിരുന്നു. അച്ഛൻ എങ്ങനെയുള്ള ആളായിരുന്നു? അച്ഛനെ കാണുമ്പോൾ എനിക്കൊക്കെയാണ് കാണുമ്പോൾ ഒരു ബഹുമാനം തോന്നുന്നു. അച്ഛൻ അങ്ങനെയായിരുന്നു വീട്ടിലും? ഇല്ല, അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷെ അച്ഛനെ കാണുന്നവർക്കൊരു പേടിയായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് പണ്ട് തീപ്പെട്ടി കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് അവിടെ ഈ സ്ത്രീകളൊക്കെ പോവായിരുന്നു. അച്ഛൻ ഗേറ്റിൻ്റെ അവിടെ കാണാൻ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയാണ്. അവർ വഴി മാറി നടന്നു പോകും. അത്ര പേടിയായിരുന്നു അച്ഛന്. നാട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളല്ലായിരുന്നു? നാട്ടുകാരുമായിട്ട് ഭയങ്കര മിങ്കിളിങ് ആയിരുന്നു. വീട്ടിനേക്കാളും നാട്ടുകാരായിരുന്നു. അച്ഛൻ അന്ന് ചെന്നൈയിലൊക്കെയാണല്ലോ ഷൂട്ട് മിക്കാറ്. വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛൻ്റെ പെട്ടിയും അതും ഇതൊക്കെ മുംബൈ വരും. പിന്നെ അച്ഛൻ കയറി വരണമെങ്കിൽ മണിക്കൂർ എടുക്കും. അവിടെ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ ഈ 300ഓളം സിനിമകൾ അഭിനയിച്ചിട്ട് അച്ഛൻ സംവിധാന മോഹമൊന്നും ഇല്ലായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. മക്കൾ സിനിമയിലേക്ക് വരണമെന്നുണ്ടായിരുന്നോ? വരണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടമാണെങ്കിൽ അതിന് എതിരുമല്ലായിരുന്നു. അല്ല, നമ്മളെ ആരെയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുമില്ല. എന്നാൽ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ എതിർത്തിട്ടുമില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും, സായേട്ടനും ചേച്ചിയാണ് നാടകത്തിലേക്ക് വന്നതല്ല, മറ്റുള്ളവർ നാടകത്തിൽ അഭിനയിച്ചിരുന്നോ? ഇല്ല, കലാരംഗത്ത് ഞങ്ങൾ രണ്ടുപേരും ആദ്യം വന്നത്. അതെന്താണ് അതിൻ്റെ ഒരു, നിങ്ങൾ രണ്ടുപേരും മാത്രം? ഞാനാണ് ഫസ്റ്റ് പോയതെന്ന് പറയാം. അല്ല, എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം? അഭിനയിക്കാനുള്ള ആഗ്രഹമായിരുന്നു? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടം. എന്നാൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അച്ഛനും അങ്ങനെ ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം നിന്നപ്പോൾ നാനയിൽ ഈ ഒരു പടം അവരുടെ ഒരു ഐഡിയയിൽ തോന്നിയതായിരിക്കാം. അപ്പോൾ അതിൻ്റെ പുത്തൂർ പ്രഭാരൻ എന്ന് പറഞ്ഞൊരു എഡിറ്ററൊക്കെ ആയിരുന്നു അന്ന്. അത് മൂത്ത എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവൊക്കെ ആയിരുന്നു. അപ്പം പ്രഭാരൻ ചേട്ടനും പിന്നെ കുമാരി ചേച്ചി, കൃഷ്ണസ്വാമി അവരുമായിട്ടൊക്കെ നമുക്ക് നല്ലൊരു ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ അവരെല്ലാം കൂടെയാണ് വീട്ടിൽ വന്ന് ഇങ്ങനെ ചോദിച്ച്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരു സിനിമയ്ക്ക് പോയിരിക്കുമായിരുന്നു കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളായിരുന്നു, ഞാനും ചേച്ചിമാരും എല്ലാം കൂടെ പോയിരുന്നതാണ്. അപ്പോഴിവർ വന്നിങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് മോളോട് ചോദിക്കണം, അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയിലേക്ക് ഫസ്റ്റ് സിനിമ അഭിനയിച്ചത്. അപ്പം ഞങ്ങൾ വരുന്നിടം വരെ പിന്നെ അവർ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ സിനിമ കണ്ട് മാറ്റിനിക്കാണ് പോയത്. അങ്ങനെ വന്ന്
അപ്പോൾ ചോദിച്ചപ്പം എന്താ അപ്പം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല അപ്പം സത്യത്തിൽ. അപ്പോൾ ആരുമായിട്ട് ഒരു അപരിചിതത്വം തോന്നിയില്ല. നാനയുടെ പ്രൊഡക്ഷന്, ലൊക്കേഷൻ പുത്തൂര്, കൊല്ലം സൈഡാ. അപ്പം പിന്നെ എനിക്ക് ഓമാധവന്റെ കുടുംബമായിട്ട് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, ഇങ്ങനെ അച്ഛൻ്റെ കൂടെ വന്നു അത് അങ്കിളിനെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ അല്ല പിന്നെ മുകേഷും കോളേജിൽ പഠിക്കുമ്പോൾ അറിയാം, മുകേഷിനെ അറിയാം. എസ് എൻ കോളേജിൽ എപ്പോഴും വരും. സന്ധ്യയും ജയശ്രീയും ഒക്കെ എസ് എൻ കോളേജിലാണ് പഠിച്ചത്. ഞാനും എസ് എൻ കോളേജിൽ പഠിച്ചത്. ഒരു ക്ലാസ്സല്ല, ഞങ്ങൾ നല്ലൊരു കോളേജിൽ പഠിച്ചവരാ. അപ്പോൾ അവർ ആർട്സിലും അതിനും ഒക്കെ ഭയങ്കര ഫ്രണ്ടിലായിരുന്നു, ജയശ്രീയും സന്ധ്യയൊക്കെ. അപ്പം ഞാനും ചേച്ചി എസ് എൻ കോളേജിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മുമ്പോട്ട് വരികയില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കായിരുന്നു, കേട്ടോ കൊട്ടാരക്കട 2 മക്കളൂടെ ഉണ്ടെന്ന് അറിയത്തേ ഇല്ലെന്ന് പറയുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവരെയൊക്കെ അറിയാവുന്നല്ലാതെ വലിയ പരിചയമില്ലായിരുന്നു. അച്ഛൻ്റെ കൂടെ ലൊക്കേഷനിൽ പോകുമായിരുന്നോ? അച്ഛൻ്റെ കൂടെ ചിലത് അമ്മ വരാൻ മടിയാ, അമ്മയ്ക്ക് ഭയങ്കര മടിയാ. ലൊക്കേഷനിലൊക്കെ അച്ഛൻ വിളിച്ചാലും വരില്ല. പിന്നെ ഞങ്ങൾ നിർബന്ധിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും, വെക്കേഷനൊക്കെ ഉള്ളപ്പം പോകും. അപ്പോൾ അതാണോ അഭിനയ താല്പര്യത്തിലേക്ക് വരാനുള്ള കാരണം? എല്ലാവരും അഭിനയിക്കുന്നതൊക്കെ കണ്ടിട്ടുമൊക്കെ ആയിരുന്നു. നമ്മൾ ജനിച്ചപ്പം മുതൽ ഈ ഒരു ലോകത്തല്ലേ, നമുക്കിതൊരു അപരിചിതമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ തൊഴിലതായിപ്പോയി. ജനിച്ചപ്പോഴും ഇതാ കാണുന്ന അച്ഛനും അഭിനയിക്കുന്നു. അങ്ങനെ അതിനൊരു പ്രത്യേകത നമുക്ക് തോന്നിയിട്ടില്ല. എന്നൊരു പേടിയോ ഭയോ ഒന്നും തോന്നിയില്ല. ചെയ്യാം. അപ്പം മുകേഷ് ചേട്ടനായിരുന്നു ആദ്യത്തെ നായകൻ. ആദ്യമായിട്ട് ഫസ്റ്റ് സീനിൽ തന്നെ നിങ്ങൾ ഒരുമിച്ചായിരുന്നോ? ആയിരുന്നു. ഫസ്റ്റ് സീനിൽ ഞാനിങ്ങനെ പോകുമ്പോൾ മുകേഷ് പുറകെ കൂടെ വന്നിങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ഷോട്ടൊക്കെ ആയിരുന്നു എടുത്തത്. അത് ആ ഒരു പടം കഴിഞ്ഞപ്പം ഒന്നാമത് അമ്മ പിന്നെ നമ്മുടെ കൂടെ ഒന്നും വരുത്തൊന്നുമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ എൻ്റെ മൂത്ത ചേട്ടനായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനായിരുന്നു കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ പുത്തൂരല്ലേ ഷൂട്ട്. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് രാവിലെ പോവാം, വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വരാം. അത് ആരെങ്കിലുമൊക്കെ കാണും, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണും വണ്ടിയിൽ. അതിപ്പോഴും മുകേഷിനെ കളിയാക്കും, ഒരു വണ്ടി നിറച്ച ആളുമായിട്ടാണ് ഞാൻ ഷൂട്ടിന് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്കതൊരു വേറെ തോന്നിയില്ല. മുകേഷ് അന്നും ഇതുപോലെ തന്നെയായിരുന്നു, ഈ മറ്റേ ലൊക്കേഷനിലൊക്കെ വന്ന് എല്ലാ തമാശയൊക്കെ പറയും. ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു, ഓരോ ഷോട്ടും കഴിയുമ്പോൾ ഒത്തോ എന്ന് മുകേഷ് പറയുമായിരുന്നു. എത്ര ദിവസം ഷൂട്ടായിരുന്നു അത്? അത് 1 മാസത്തോളം ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നു. അതിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു അല്ലേ? മമ്മൂക്ക ഉണ്ടായിരുന്നു, ജലജ, മമ്മൂക്ക, ജലജ, പിന്നെ കവിർ പൊന്നമ്മ ചേച്ചി, കൃഷിമാമൻ, TG രവി, കലാരഞ്ജിനി, ജഗതി ചേട്ടൻ, എല്ലാം മെയിൻ കക്ഷികളുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ആ സമയത്ത് വീട്ടിലൊക്കെ വന്നുള്ള പരിചയങ്ങളുണ്ടോ? ഇവരെയൊക്കെ വീട്ടിലാരും വന്നിട്ടില്ല. പൊന്നമ്മ ചേച്ചിയെ അറിയാം, ജഗതി ചേട്ടനെ അറിയാം, കൃഷിമാമനെ അറിയാം. അവരൊക്കെ പിന്നെ വരും. അച്ഛൻ്റെ കൂടെ അവരൊക്കെ വന്നുള്ള പരിചയമുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ കാണുന്ന കർക്കശക്കാരനായ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അന്നത്തെ സ്വഭാവ രീതി എന്താ? അന്ന് മമ്മൂക്ക ഇന്നാൾ എന്നെ കണ്ടപ്പോഴും പറഞ്ഞു എൻ്റെ 4ാമത്തെ സിനിമയിലെ നായികയായിരിക്കും എന്ന് പറയുന്നിട്ട്. അന്ന് സൈക്കിളൊക്കെ ചവിട്ടി അവിടെ എല്ലാം നടന്ന്. അന്ന് മമ്മൂക്ക വീണു, സൈക്കിളിൽ നിന്ന് വീണിട്ട് ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് ലൊക്കേഷനിൽ ബലൂണിനെ അറിയാം, ഒരു തുണി കെട്ടിക്കൊണ്ടൊക്കെ കുറേ ഷോട്ടുണ്ട്. അതിവിടെ ഒരു മുറിവുണ്ട്, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ ഒരു സ്റ്റൈൽ എടുത്തത്. ആ പടം വിജയമായിരുന്നോ? വിജയമല്ല, വിജയിച്ചില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു, കഥയെല്ലാം നല്ലായിരുന്നു. പക്ഷെ പടം അങ്ങോട്ട് ഒരു ഹിറ്റായില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ എന്തായിരുന്നു? അടുത്ത നാടകത്തിലേക്ക് പോകാൻ തീരുമാനിക്കായിരുന്നു? ഒരു പടം കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളത് പറഞ്ഞാൽ, ഒരു പടം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മടി, സത്യം പറഞ്ഞു, മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചേ. അപ്പം നമുക്ക് അതിനകത്ത് വളരെ അഭിനയിക്കാൻ പോയാൽ നമ്മൾ നല്ല രീതിയിൽ അഭിനയിക്കും, റൊമാൻസും ഒക്കെ വരും. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ആ പടം കണ്ടാൽ അറിയാം എൻ്റെ ചമ്മൽ അതിനകത്ത് കാണാൻ നിങ്ങൾക്ക്. ഭയങ്കര സുന്ദരിയായിരുന്നു ആ സിനിമയിൽ. അതിലൊരു വിഗ് വെച്ചിട്ട് തന്നെ എൻ്റെ രൂപമേ മാറ്റിക്കളഞ്ഞു. അതിനകത്ത് കൃഷിഭാവം വന്ന് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. പുള്ളി 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഇത് ആരാ ഈ വിഗ് വെച്ചതെന്ന് പറഞ്ഞ് മണിച്ചേട്ടനായിരുന്നു മേക്കപ്പ്. പിന്നെ അത് കണ്ടിന്യൂറ്റി ആയിപ്പോയിട്ട് ഫുൾ സിനിമയിൽ വിഗ് വെച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മടി തോന്നിയിട്ടുണ്ട്. കുളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്, വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി. അപ്പം ഞാൻ രവിഗുപ്തനോട് പറഞ്ഞു എനിക്കത് ചെയ്യാൻ വയ്യ, ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പിന്നെ ഞാൻ കുളിച്ചിട്ട് കരയിൽ തുണി നനയ്ക്കുന്നതാക്കി എനിക്ക് മാറ്റി തന്നു. കല വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന അങ്ങനെയൊക്കെ ഒരു സീനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ പടം കഴിഞ്ഞു. നമുക്ക് പൈസ 8,000 രൂപ അത്രയാ. ഒന്നും പറഞ്ഞില്ല, പുള്ളി തന്നു, നമ്മൾ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. അച്ഛനപ്പോൾ അപ്ഡേറ്റ്സ് ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഓരോ അഭിനയത്തിൻ്റെ എങ്ങനെയായിരുന്നു? ഇല്ല, അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പടം കണ്ടിട്ടേ ഉള്ള അച്ഛൻ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അത് ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, അച്ഛനോട് എനിക്ക് ചുണ്ടിങ്ങനെ പിടിക്കുന്ന ഒരു സംഭവം, ആ ചുണ്ട് പിടുത്തമൊക്കെ നീ മാറ്റണമെന്നൊക്കെ അങ്ങനെ ഒന്നും അച്ഛൻ പറഞ്ഞു. അല്ലാതൊരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ലൊക്കേഷനിൽ വന്നിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ അപ്പം ആ പടം കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു
മാനസികമായിട്ടൊരു കണ്ടിന്യൂസ് പടങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പായിരുന്നു. ശോഭന ഉർവശിയൊക്കെ വരുന്ന ആ ഒരു ലെവലിലായിരുന്നു. പോയാൽ പോകാമായിരിക്കാം. അപ്പോൾ എനിക്ക് നമ്മൾ ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമല്ലേ, അല്ലെ പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു. അന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എന്തായിരുന്നു? അപ്പം അഭിനയ രംഗത്ത് തുടരാൻ തീരുമാനിച്ചോ? പിന്നെ അത് വിട്ടു. പിന്നെ കുറേ അത് മനസ്സിൽ നിന്ന് ഞാൻ ചിന്ത പോയി. പിന്നെ സിനിമയിലെ 2-3 ഇങ്ങനെ വിളികളൊക്കെ വരും. ഭരതൻ സാറ് മർമ്മരത്തിലൊക്കെ എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തതായിരുന്നു. എനിക്കൊരു മടി, സത്യം പറഞ്ഞാൽ ഈ ഒരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. നമ്മൾ ചെയ്താൽ പെർഫെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോശം, വെറുതെ വളർന്ന് പോകണ്ടാതെ അങ്ങനെ അങ്ങ് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ KPSC-യിൽ അതെൻ്റെ അപ്പച്ചിയുടെ ഒരു മോന് KPSC പാർട്ടി ബേസിൽ അതൊക്കെ. പിന്നെ തോപ്പിൽ വാസിമാമൻ, ഇവരെയൊക്കെ നമുക്ക് കുടുംബ സുഹൃത്തുക്കളായിട്ട് അറിയാം. അച്ഛനും ഒരു പഴയ ഇടത് അനുഭവിയാണോ? അച്ഛന് പിന്നെ പ്രത്യേകിച്ചൊരു പാർട്ടിയൊന്നുമില്ല, എന്നാലും നമ്മുടെ ഫാമിലി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അപ്പച്ചിയുടെ ഒരു മോനൊക്കെ അതിനകത്ത് KP ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു, പുള്ളിയൊക്കെ അതിനകത്ത്. അപ്പം അങ്ങനെ ആയി. ആദ്യം ഇതുപോലെ KPSC വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. പിന്നെ രണ്ടാമത് ഒന്നുകൂടെ വിളിച്ചപ്പോഴാണ് പിന്നെ ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചത്. അപ്പം അണ്ണനും ഒക്കെ ഉണ്ട്, പിന്നെ പാസിമാമനും ഒക്കെ അറിയാവുന്നവരായുണ്ട്. അതും ഒരു പരിചയമുള്ളതാണ്. അങ്ങനെ ഒരു രീതിയിലാണ് പോയത്. പോയി 3 മാസമേ ഞാൻ കളിച്ചോളൂ. അപ്പം ചേട്ടൻ അവിടുത്തെ മെയിൻ ആർട്ടിസ്റ്റായിരുന്നു KPSC-യിൽ, ചേട്ടൻ. ഞാൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, കയ്യും തലയും പുറത്തിടരുത്, ഭഗവാൻ കാല് മാറുന്നു, ഈ 3 നാടകമായിരുന്നു അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 3 ഞാനൊരു 3 മാസം കളിച്ചു. അതിന് ഞാനും ചേട്ടനുമായിരുന്നു ജോഡികളും, സുമവും ഗോപാലനുമായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. പിന്നെ അതുപോലെ കയ്യും തലയും പുറത്തിടുന്നു, ഭഗവാൻ കാലം മാറുന്നു, 3 നാടകം. അത് നല്ലത്, അതും ഒരു ഓർമ്മയാണ്. ആ നാടകം കളിക്കുന്ന ഒരു സമയത്ത് അത് പറഞ്ഞാൽ അത് കോമഡിയാണ്. ഞാനും അപ്പോൾ ഒരു അപ്പൂപ്പനും കൊച്ചുമോളുമാണ് ഞാൻ. അപ്പം ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം അപ്പൂപ്പൻ ഇങ്ങനെ മുറുക്കി തുപ്പുമ്പം കുറേ ഒരു ചെറുപ്പക്കാരൻ പയ്യായിരിക്കുമ്പോൾ അവൻ്റെ ഷർട്ടിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാവും. അപ്പം ഞാൻ പറയും, സോറി, ബസ് അടുത്ത സ്റ്റോപ്പിൽ നിൽക്കുമ്പം ഷർട്ട് ഞാൻ കഴുകി തരാം എന്നൊരു ഡയലോഗ് ഉണ്ട് എനിക്ക്. ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞതാണ്, ഷർട്ട് അടുത്ത സ്റ്റോപ്പിൽ നിൽക്കുമ്പം ബസ് കഴുകി തരാം. റീടേക്ക് ഇല്ലല്ലോ. ഞാൻ ആകെ അങ്ങ് സ്തംഭിച്ചു. പക്ഷെ ജനം അനങ്ങില്ല. എന്ന് വെച്ചാൽ അവര് നാടകത്തിൽ ലയിച്ചിരുന്നോണ്ട് ഈ ഡയലോഗ് അവർ ശ്രദ്ധിച്ചു കാണിച്ചില്ല. ഞാനും കൂടെ നിന്ന് കേട്ടവരും എല്ലാം ഇപ്പൊ എന്താ റിയാക്ഷൻ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ അങ്ങ് പോയത്. അതുകൊണ്ട് അത് മറക്കില്ല. അങ്ങനെ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയിരുന്നു? ഇല്ല, അങ്ങനെ കൂടുതൽ പോയിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ. പുറത്ത് ഞാൻ പോയത് അത് KPSC എന്നൊക്കെ വിട്ട് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി ഗീത ഇല്ലേ, ഗീത, അവർ കുറച്ച് പഴയ ചാച്ചപ്പൻ മാഷൊക്കെ ഉള്ള സമയത്ത് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ട്രൂപ്പിൽ. റോസ്ലി ചേച്ചിയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ മോഹം പറഞ്ഞ 3 നാടകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, 2-3-4 നാടകം. അത് 4ഉം കൂടെ അവർ ഒന്നും കൂടെ വെളിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് അങ്ങരുടെ മോന്. അങ്ങനെ വിളിച്ചപ്പോൾ ചേട്ടനെ വിളിച്ചപ്പോൾ ജോഡിയായിട്ട് തന്നെയാണ് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ഒരു 2 മാസം UAE മൊത്തം പോയി ഈ നാടകം കളിച്ചു. അങ്ങനെ പുറത്ത് കളിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ. ഈ നാടകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സിനിമ വെച്ച് നോക്കുമ്പോൾ വളരെ ടയറിംഗ് ആണ് ശരിക്കും. ഒന്നാമത്തെ കാര്യം, വൈകുന്നേരങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷമൊക്കെ അവതരിപ്പിക്കുന്നു, അതിനുശേഷമുള്ള യാത്രകൾ, പിന്നെ ഈ പറഞ്ഞ നമ്മൾ കുറച്ചൊരു അതിഭാവുകത്വം വേണ്ട ഒരു കാര്യമാണ് അഭിനയമാണെങ്കിലും. അപ്പോൾ അത് ഈ സിനിമയിൽ നിന്ന് അതിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു മാറ്റം എങ്ങനെയാണ് തോന്നിയത്? നാടകം നമുക്ക് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടമായിരുന്നു. ഈ യാത്രയും റിസ്ക് ആണെങ്കിലും അതൊരു രസമായിരുന്നു. ആ ഒരു ഇത് സിനിമയിൽ കിട്ടില്ല. കാര്യം സിനിമയിൽ നമ്മൾ പോകുന്നു, അഭിനയിക്കുന്നു, വരുന്നു, ഒരു തെറ്റിപ്പോയാലും പ്രശ്നമില്ല, നമുക്കത് കറക്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്തിരൂടെ ഈസിയാന്ന് തോന്നുന്നു സിനിമ അഭിനയം. ഈസി എന്ന് പറയല, എല്ലാ അഭിനയം തന്നെ, എല്ലാം റിസ്ക് തന്നെ. എന്നാലും നാടകത്തെ അപേക്ഷിച്ച് ഞാൻ പറയാം, നാടകം അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇത്രയും ടയേർഡായി പോയി ഒരു സ്റ്റേജിൽ കളിച്ചാലും പെർഫെക്ഷൻ അതായിട്ട് അങ്ങനെ കളിച്ചില്ലെങ്കിൽ അതൊരു ഇതല്ലേ, ഉടനെ തന്നെ നമുക്ക് റിയാക്ഷൻ കിട്ടുന്നതല്ലേ. അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പം ഈ നാടകത്തിൻ്റെ അത്രയും ഒരു അതിഭാഗത്വം വേണ്ട. സിനിമയിൽ വളരെ ലൈറ്റ് എല്ലാം നമുക്ക് അത്രയും മതി. സിനിമ, സീരിയൽ, നാടകം 3 നോക്കുമ്പോൾ 3 അഭിനയമാണെങ്കിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ മോഹനേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് KPSC ചെല്ലുമ്പോഴാണോ? അതെ. അപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ?
അങ്ങനെയില്ല, അങ്ങനെ ലവ് ഒന്നുമില്ല, എനിക്കൊരു ലവ് ഒന്നും തോന്നിയില്ല. അന്ന് ഞാൻ കാണുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. അങ്ങനെ ഞാനപ്പോൾ റിഹേഴ്സലിനൊന്നും ഇല്ലായിരുന്നില്ല, ഇടയ്ക്ക് ചെന്ന് ജോയിൻ ചെയ്തില്ലേ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 1-2 ദിവസം തോപ്പിൽ വാസുദേവൻ നാടകമൊക്കെ ഒന്ന് കളിച്ച് അവരെയും കൊണ്ടൊക്കെ ഒന്ന് കളിപ്പിച്ച് എനിക്കത് എക്സ്പീരിയൻസിന് തന്നു. അങ്ങനെ വരുമ്പോഴാണ് ചേട്ടനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഒന്നും മിണ്ടിയില്ല, ഞങ്ങൾ അഭിനയിച്ചു, പിരിഞ്ഞു. അത് കഴിഞ്ഞ് തിരുവല്ലയിൽ ഒരു പള്ളിയിലൊരു നാടകം കുറച്ച് 1 മാസത്തോളമായി കഴിഞ്ഞ് അങ്ങനെ നാടകം കളിക്കാൻ ഞങ്ങൾ ചെന്നപ്പം ബസ്സിൽ അവിടെ നിർത്തി. ഞങ്ങൾ ലേഡീസ് എല്ലാം ബസ്സിലിരിക്കുന്നു, അവരെല്ലാം ഇറങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിച്ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എൻഗേജ്മെൻറ്റ് വല്ലതും ആയിട്ടുണ്ടോ, കല്യാണം? ഞാൻ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല, ആലോചനകളൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. ശരി, പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇയാൾക്ക് എന്താണ് സത്യം പറഞ്ഞാൽ വേറെ ആർക്കു വേണ്ടി എന്താ ഇങ്ങനെ ചോദിച്ചേ. ഞാൻ വിട്ടു, ഞാൻ കയറിയിരുന്നു. പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. പിന്നെ ചേട്ടൻ വാസുദേവൻ്റെ അടുത്ത് പറഞ്ഞു, വാസുദേവൻ ദിക്കൃശിവൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ദിക്കൃശിവനും വാസുദേവനാണ് അച്ഛനോട് പറഞ്ഞത് ഈ സംഭവം. വളരെ ഡീസൻ്റ് ആയിട്ടാ. പ്രേമിച്ച് നടന്നൊന്നുമില്ല, ഇല്ല, സത്യം. അറേഞ്ച്. അങ്ങനെ ചേട്ടന് ഇഷ്ടം തോന്നി, പറഞ്ഞു. അവർ വന്ന് അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ അച്ഛനും അന്വേഷിച്ചപ്പം ഈ ചേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ പണ്ട് ഇരുമ്പനങ്ങാട്ട് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു റിലേഷനുണ്ട്. അമ്മയുടെ ചിറ്റപ്പൻ്റെ മോനും കല്യാണം കഴിച്ചേക്കുന്ന ചേട്ടൻ്റെ കുഞ്ഞമ്മ. അങ്ങനെ ഒരു റിലേഷൻസ് ഒക്കെ പറഞ്ഞു വന്നപ്പോഴേ അറിയുന്നത്. അതിന് മുമ്പ് ഇതൊന്നും അറിയില്ല. പിന്നെ വേറെ അതിന് എതിർപ്പൊന്നും വന്നില്ല. അങ്ങനെ ക്യാമ്പിലും അതൊരു പ്രശ്നമാക്കിയില്ല. എന്നുവെച്ചാൽ പണ്ടിങ്ങനെ വന്ന് ഓരോ അവിടെ കുറേ കല്യാണങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അപ്പം ചേട്ടൻ പിന്നെ എനിക്കറിയില്ല, ചേട്ടൻ പറഞ്ഞപ്പോൾ അതുപോലെ പബ്ലിക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ലാസ്റ്റ് ഡേ പാസ്യാവൻ തന്നെ എല്ലാവരെയും വിളിച്ചിട്ട് ഇതുപോലെ ഇവരുടെ കല്യാണം ആലോചന എന്നൊക്കെ പറഞ്ഞാണ് അവരെ അറിയിച്ചത്. അങ്ങനെ ഡീസൻ്റായിട്ട് അവിടെ നിന്ന് 3 മാസം ഇളയത് ഞങ്ങൾ രണ്ടുപേരും അത് വിട്ടു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അത് വിട്ടു. സീരിയൽ അല്ല, നാടകത്തിൽ നിന്ന് വിട്ടു. രണ്ടുപേരും ചേട്ടനും കുഞ്ഞു മാറി. പരിപാടി ചേട്ടൻ പിന്നെ വേറെ പരിപാടി ഇല്ലായിരുന്നു. അവിടെ അവർക്ക് കടയൊക്കെ ഉണ്ടല്ലോ, കരുനാപ്പിള്ള, അങ്ങനെയൊക്കെ. അങ്ങനെ നിൽക്കും. സിനിമയിലും അദ്ദേഹം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചില്ലേ? കല്യാണത്തിന് മുമ്പാണോ? കല്യാണത്തിന്. അപ്പൊ ഈ രണ്ടുപേരും സിനിമ വിട്ടിട്ട് നാടകത്തിൽ വന്നവരാണ്. അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലേ പറഞ്ഞു വരുമ്പോൾ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ചേട്ടന് പിന്നെ ഒരു ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അതിന് ചേട്ടൻ്റെ അച്ഛനൊക്കെ എപ്പോഴും വഴക്കായിരുന്നു. കസ്റ്റംസിലും അവിടെ ഇവിടെയൊക്കെ ജോലി കിട്ടിയതാ. പുള്ളി പോകത്തില്ല. പുള്ളിക്കൊരു മുതലാളിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. ഇൻഡിപെൻഡൻ്റ് അടിച്ചാണ് അങ്ങനെ ഒരു അങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞ് ചെന്നൈ പോയി. പക്ഷെ അവിടെ അത് ക്ലിക്കായില്ല. അങ്ങനെ തിരിച്ച് എന്തോ ഒരു മാനസികമായിട്ട് തിരിച്ചു വന്നു. പിന്നെ നാടകം ഭയങ്കര പിന്നെ ക്രേസായിരുന്നു. പിന്നെ ഇവിടെ മാധവൻ ചേട്ടൻ്റെ ട്രൂപ്പിൽ പോയി ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ ഷോപ്പ് ഇട്ടത്. അവിടെ ഒരു ഹാർഡ്വെയർ ഷോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചേട്ടന് വേണ്ടി ഇട്ടതാ. കരുനാപ്പള്ളി കട, കരുനാപ്പള്ളി തന്നെ. ഇങ്ങനെ ജോലി ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അത് ചെയ്യട്ടെന്ന് പറഞ്ഞ് ചെയ്ട്ട് കൊടുത്തതായിരിക്കും. അവിടെ നിൽക്കുവോ, അവിടെ ഇരിക്കുമായിരുന്നു. അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെ കാളിദാസൻ ഇതുപോലെ അവർക്ക് എന്തോ ഒരു നാടകത്തിന് ആളില്ലാതെ വന്നിട്ട് ഇവർ വന്ന് വിളിച്ച് അവിടുന്ന് അവരുടെ ഫോഴ്സ് കൊണ്ടാണ് പിന്നെ കടയിൽ നിന്ന് വിട്ടുപോയത്. 82 ബലൂൺ ഞാൻ അഭിനയിച്ച്. പിന്നെ 84 കല്യാണമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വന്തമായിട്ട് ഏക എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് തുടങ്ങാനായിട്ട് ചേട്ടൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ഷനൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നാടകമൊക്കെ ഇങ്ങനെ ബുക്കിംഗ് ആയി വന്നപ്പോഴാണ് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ എനിക്ക് പിന്നെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തുടർച്ച കണ്ടിന്യൂസ് പോകാൻ പറ്റിയില്ല. പിന്നെ ബുക്ക് ചെയ്തത് കളിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് നാടകമൊക്കെ കളിച്ച്. So pretty. Wow, not fair. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അപ്പോൾ അന്നോട്ട് വിനുവിൻ്റെ മനസ്സിൽ കല വന്നിട്ടുണ്ട് അല്ലേ? ഗർഭിണിയായിരുന്ന കാലത്തേ ഉണ്ട്. ഞാനൊരു 8 മാസം വരെ ഞാൻ സ്റ്റേജ് ചെയ്തു. അപ്പോൾ 8 മാസമൊക്കെ ഇപ്പോൾ വയറൊക്കെ മനസ്സിലാവുമ്പോൾ ഓഡിയൻസ് പറയാൻ തുടങ്ങി, ഓ നായിക ലോഡാന്നൊക്കെ ഓഡിയൻസ് കമന്റ് വന്നു, കന്യകയായ നായിക ലോഡാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ മാറി. പിന്നെ അത്രയും നാടകം വേറൊരാളെ വെച്ച് ചെയ്യിച്ചു. എന്നിട്ട് അങ്ങനെ ആ വർഷം അങ്ങ് പോയി. പിന്നെ അടുത്ത വർഷം അച്ഛനെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാമെന്ന് പറഞ്ഞ് അച്ഛനെയും കൂടെ അച്ഛന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാരക്ടറൊക്കെ എഴുതി. അപ്പം അച്ഛനും സമ്മതിച്ചു ചെയ്യാം. അപ്പം അച്ഛനോട് ഉണ്ടെങ്കിൽ നമുക്കൊരു അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ്
വന്ന് അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞ് പൂജ ഒരാഴ്ചയും കൂടെ ഉണ്ട്. ആ സമയത്ത് അപ്പോൾ അച്ഛൻ വന്നിട്ട് കരുനാപ്പള്ളി വന്നിട്ട് ഇതൊക്കെ വായിച്ചിട്ട് സ്ക്രിപ്റ്റൊക്കെ വായിച്ച് കേട്ട് പോയി. അതിൻ്റെ പൂജയ്ക്ക് മുമ്പ് അച്ഛൻ മരിക്കുന്നു. അപ്പോൾ അത് നമുക്കൊരു മാനസികമായിട്ട് വലിയൊരു സംഭവം. പിന്നെ അതും എങ്ങനെയൊക്കെയോ ആ ഒരു വർഷം നാടകം കളിച്ചു എന്നേ ഉള്ളൂ. ഒരു ഇതും ഇല്ലാതായിപ്പോയി. പിന്നെ മടുത്ത് അങ്ങ് നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ചേട്ടൻ ട്രൂപ്പിൽ പോയായിരുന്നു. ഒരു വർഷം ഞാനും പോയായിരുന്നു. പൂഞ്ഞാർ നവധാരയിൽ ഞങ്ങൾ രണ്ടുകൂടി ഒരു വർഷം പോയി. പിന്നെ കേരള തിയേറ്റേഴ്സില്ലേ, അതിൽ കുറച്ച് ദിവസം ഞാൻ അഭിനയിച്ചു. അതിലൊരു ക്യാരക്ടർ എന്തോ വരാൻ പറ്റും, ഒരു 5-6 നാടകം ഞാൻ കളിച്ചു അതിനകത്ത്. മാർത്താണ്ഡവർമ്മയുടെ കഥ. ഈ KPS ലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്തായിരുന്നു പ്രതിഫലം കിട്ടിക്കൊണ്ടിരുന്നത് നാടകത്തിനൊക്കെ? പ്രതിഫലം 100 രൂപ. 100 രൂപ. അപ്പോൾ ഈ ബലൂണിൽ 8000 രൂപ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 100 രൂപയിലേക്കാണ് വരുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ നമുക്ക് പൈസയെ കോൺസെൻട്രേറ്റ് ചെയ്തല്ല നമ്മൾ പോയെ. ഒന്നും എങ്ങനെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് പ്രിയരാമനൊക്കെ പറയും, ചേച്ചി അഭിനയിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്. ഞാൻ എങ്ങനെ ഫീൽഡിൽ അഭിനയിക്കുന്നു അത് നമ്മുടെ ഒരു തലയിലെടുത്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിതാ വിധിച്ചേക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഞാൻ പർപ്പസായിട്ട് ഇത് വന്നതേ അല്ല. എന്നാൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഈ ഇപ്പം മോനോടെ മരിച്ചിട്ട് ഇപ്പോൾ 13 വർഷമായി. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് വീണ്ടും സിനിമയിലേക്ക് വന്നു ഇല്ലേ ചേച്ചി? ഞാൻ നാടകത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രൂപ്പിലായി. പിന്നെ മക്കളൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിട്ടു. ചേട്ടൻ തന്നെയായിരുന്നു കുറേ സൗവർണികയിലൊക്കെ പോയി. ആ ഗ്യാപ്പൊക്കെ ചേട്ടൻ തന്നെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മക്കളൊക്കെ ഒരുവിധം വലുതായപ്പോഴാണ്. അപ്പം ഈ മെഗാ സീരിയലൊക്കെ തുടങ്ങുന്ന സമയമായിരുന്നല്ലോ. ആ സമയത്തൊക്കെ എന്നെ കുറേ വിളിച്ചാലും മക്കളെ ഇട്ടിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അന്ന് മുതൽ മെഗ തുടങ്ങുന്ന എല്ലാവരും ഉണ്ട്. അതാ പറഞ്ഞ ഇന്നും നമ്മൾ നിൽക്കുന്നു, നമ്മളെ ആരും മറന്നിട്ടില്ല. അത് തന്നെ നമുക്കൊരു വലിയൊരു. ചേട്ടന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് എനിക്ക് പോകാൻ പറ്റത്, അല്ലെങ്കിൽ ഞാൻ പോയില്ല. സിനിമയില് പിന്നെ സിനിമ വന്നു. സീരിയൽ വന്നു. സീരിയൽ വന്നിട്ട് മറ്റേ വിജയകൃഷ്ണ സാറിൻ്റെ കുറേ മാലദ്വീപ് ടെലിഫിലിംസ് കുറേ ചെയ്തായിരുന്നു. നിലവിളക്ക്, നിക്ഷേപം, മാലദ്വീപ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചെയ്തു. വലിയൊരു മാറ്റമല്ലേ സാങ്കേതിക വിദ്യയിലൊക്കെ സംഭവിച്ചത് ബലൂൺ കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുമ്പോൾ? എങ്ങനെയാ അത് അതിനെ നേരിട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാ അഡോപ്റ്റ് ചെയ്തത്? അഡോപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അതൊരു വലിയൊരു മാറ്റം. നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ അനുസരിച്ച് നമ്മൾ മൂവ് പോന്നു. നല്ല രണ്ടിൻ്റെ ഡിഫറൻസ് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. അന്ന് ഈ മോണിറ്ററും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. പക്ഷെ സിനിമയായാൽ തന്നെ ടേക്ക് നമ്മൾ കറക്റ്റ് ചെയ്യണത് ശരിയാണോ എന്നില്ല നമുക്കറിയില്ലല്ലോ. അന്ന് ഫിലിമല്ലേ, റീടേക്ക് വരുമ്പോഴത്തേക്ക് ഫിലിം പോവും, അതൊക്കെ ടെൻഷൻ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഇപ്പം ഇത്തിരി ഈസിയാന്ന് തോന്നുന്നു. ഞാൻ സത്യം ചോദിച്ചു, അവ നമുക്ക് തെറ്റിപ്പോയാൽ നമുക്ക് ചെയ്യാം. അതിന് പ്രൊഡ്യൂസർക്ക് ഒരു നഷ്ടവും വരുന്നില്ല. ഡിജിറ്റൽ ലോകമല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് അതും പ്രശ്നമില്ല. പക്ഷേ എങ്കിലും സീരിയലിൽ അഭിനയിച്ചിട്ട് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സീരിയലിനെ രണ്ടാം കിട സാധനമായിട്ട് കാണുന്നവരാണ് അധികം. പക്ഷേ ചേച്ചി വളരെ സജീവമായിട്ട് സീരിയലിലും ഇല്ല. എനിക്കിപ്പോൾ എല്ലാം നാടകവും സിനിമയും സീരിയലും ഒരേ തട്ടിൽ കാണുന്നതാണ് ഞാൻ. പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്യുന്നതിന് ഇത്തിരി വ്യത്യാസങ്ങളുണ്ട്. നാടകത്തിൽ ഇച്ചിരി ഓവർ ആക്ഷൻ ഇടണം, സീരിയലിൽ ഇച്ചിരി എല്ലാം ഒരു സ്ലോ മൂവ്മെൻറ്റ്. സിനിമയ്ക്ക് ഇച്ചിരി ടൈമിംഗ് ഉണ്ട് അഭിനയിക്കുന്നതിൻ്റെ. പിന്നെ ഒരു ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലും ടൈമിങ്. അങ്ങനെ എല്ലാം അഭിനയമാണെങ്കിലും അതിന് ഓരോ സ്റ്റേജ് ഉണ്ട്. പക്ഷെ ഒന്നും മോശമെന്ന് പറയുന്നില്ല ഞാൻ. എല്ലാം തുല്യം തന്നെ, എല്ലാം നമ്മൾ ഒരേപോലെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഈ സീരിയൽ കാണാറുണ്ടോ? ചിലതൊക്കെ കാണാം. സഹിക്കാൻ പറ്റാറുണ്ടോ? സഹിക്കാൻ എൻ്റെ തൊഴിലിനെ ഞാൻ കുറ്റം പറയുന്നില്ല. അല്ല, അത് ഇത്തിരിയൊക്കെ പണ്ടത്തെ പോലൊരു കഥാമൂല്യമുള്ള സീരിയൽസൊക്കെ വളരെ കുറവാണ് സത്യ. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഞാൻ അതിനെ പുച്ഛിക്കല്ല, അതങ്ങനെ പറയല്ല. അതൊരു വ്യത്യാസമുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തി. ഭയങ്കരമായിട്ട് അഭിനയിച്ചായിരുന്നോ? പൊതുവെ ശാന്തമായിട്ട് അഭിനയിക്കുന്ന കണ്ടിരിക്കുന്നത് അല്ലേ? ഇതുവരെ ആരും ഭയങ്കരമാക്കിയില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് ആരും എന്നെ അങ്ങനെ വിളിക്കുന്നില്ല. സിനിമയിലേക്ക് വന്നപ്പോൾ ഏതായിരുന്നു ആദ്യത്തെ സിനിമ? ഈ തിരിച്ചുവരവിലെ ആദ്യത്തെ സിനിമ? തിരിച്ചുവരവില്ലാത്ത സിനിമ സായിവർ തിരുമേനിയാണ്. പിന്നെ മലയാളി മാമന് വണക്കം. അങ്ങനെ ആദ്യത്തെ നായകൻ്റെ കൂടെ പിന്നെ അഭിനയിച്ച സിനിമ ഏതാ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പിന്നെ ഞാൻ കുടുംബപുരാണോ എൻ്റെ മരുമോനാട്ടാ പിന്നെ മുകേഷ് അഭിനയിച്ചത്. മുകേഷുമായിട്ട് വലിയ പിന്നെ കൂടുതൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ അങ്ങനെ അഭിനയിച്ചുള്ളൂ. അതിലൊന്നും മരുമോനായിരുന്നു. ഈ സായേട്ടൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു? സായേട്ടൻ ഒരു സിനിമക്കാരനാകുമെന്ന് ചിന്തിച്ചിരുന്നു അച്ഛൻ?
അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവും. അവന് കുഞ്ഞിലെ അവൻ്റെ ആ ഒരു ടാലൻ്റൊക്കെ കാണുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷേ അതൊന്നും കാണാനുള്ള ഒരു അച്ഛൻ നിന്നില്ലല്ലോ. ഇല്ല. നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്തല്ലേ സായേട്ടൻ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് അച്ഛൻ മരിച്ചു അല്ലേ? സായേട്ടനും ആദ്യം ഒരു ബാലതാരമായിട്ട് അഭിനയിച്ചതായിട്ട് ഞാൻ ഉണ്ട്. മറ്റേ സുബ്രഹ്മണ്യം മലയാളിയുടെ മെരിലാൻഡിൻ്റെ വിടരുന്ന മുട്ടുകൾ എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് സായേട്ടൻ സിനിമയിലെത്താൻ വൈകിയത്? കാരണം ഈ പറഞ്ഞ പോലെ ഇത്തരം അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും അധികം വളരെ 89 മറ്റോ അല്ലേ ഇത് വരുന്നത് അല്ലേ? അതുവരെ എന്തായിരിക്കും വൈകാനുള്ള കാരണം? അച്ഛൻ അങ്ങനെ നിങ്ങളെ പറഞ്ഞില്ലേ, അച്ഛൻ അങ്ങനെ നമ്മളെ കൊണ്ട് ആരുടെ ഒട്ടും റെക്കമെൻഡ് ചെയ്യോ അതൊന്നുമില്ല. വന്നാൽ പോകുന്ന ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ അച്ഛൻ വിരോധമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അച്ഛൻ. അല്ലാതെ മക്കളെ പോകണമെന്നും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി. സായേട്ടൻ്റെ സിനിമ ജയിച്ചു വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു ഹോപ്പില്ല. പിന്നെ നമ്മുടെ ബ്ലഡ് ഇതല്ലേ, അപ്പോൾ ഇതിലോട്ടൊക്കെ വലിയ പഠിത്തങ്ങളിലൊന്നോട്ടും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇത് തന്നെ ആയിരിക്കും തൊഴിലെടുക്കുന്ന ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ KPSC ഞങ്ങളിഞ്ഞ് പോന്നിട്ട് പിന്നെ സായി ആയിരുന്നല്ലോ അവിടുത്തെ ചേട്ടന്മാരെ മെയിൻ ക്യാരക്ടറായിരുന്നു. മുറിച്ചകടിയൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് സൗവർണികയിൽ സ്വാതിരുന്നാൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു കല്യാണമൊക്കെ ആയി. പ്രസന്നയും KPSC അഭിനയിച്ചുകൊണ്ടിരുന്ന അങ്ങനെ അതൊക്കെ ആയി. പിന്നെ സൗവർണികയിൽ അഭിനയിച്ചുകൊണ്ടിരുമ്പോഴാണ് ഇത് വിളിച്ചത്. സ്വാതിരുന്നാൾ നാടകം കണ്ടിട്ടാണ് സിനിമ വിളിച്ചത് റാംജി റാവിലേക്ക്. അങ്ങനെയാണ് ആ സിനിമ. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നാടകത്തിൽ സീരിയലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അധികം ഭയങ്കരമാരായ സ്ത്രീകളൊക്കെ ആണെങ്കിലും സിനിമയിലും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രായത്തിലുള്ള ക്യാരക്ടറിന് എന്തെങ്കിലും വ്യത്യാസം ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ടോ? എല്ലാത്തിനും ഏകദേശം ഒരേ ഷെയ്ഡല്ലേ അല്ലേ? പ്രത്യേകിച്ചൊന്നും അഭിനയിക്കാനില്ലാത്തൊരവസ്ഥയിലേക്കല്ലേ പോകുന്നത് അല്ലേ? ഇപ്പോൾ പല പടങ്ങളും ഞാനും അതുപോലെ ചുമ്മാ നമ്മളൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അമ്മയെന്നുള്ള അമ്മമാരൊന്നും യാതൊരു പ്രാധാന്യമില്ല. ഇപ്പോൾ സിനിമയില്ല നമുക്ക്. സിനിമ എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ക്യാരക്ടറും ഇല്ല, കഥകളെല്ലാം അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പോൾ സീരിയലാന്ന് തോന്നുന്നു ലേഡീസിനെ സംബന്ധിച്ചൊരു ബെറ്റർ, ചാന്തുവട്ടിലൊക്കെയാണ് കുറച്ചെങ്കിലും ഒക്കെ ഒരു ചാന്തുവട്ടിലാണ് എനിക്കൊരു ബ്രേക്ക് നല്ലതുപോലെ കിട്ടിയത്. ചാന്തുവട്ട് കഴിഞ്ഞു അതങ്ങനെ ചിരിക്കാതെ അഭിനയിച്ചത് ദിലീപിന്റെ ആ ഒരു രൂപവും ആ ഒരു അഭിനയ രീതി കണ്ടിട്ട് അത് പിന്നെ നമ്മുടെ തൊഴിലല്ലേ, നമ്മൾ ചിരിച്ചു പോയത്. ഞാനൊരു ലൊക്കേഷൻ വന്നിട്ട് പിന്നെ ചിരിക്കും ആ സമയത്ത് ഇതിൽ പിന്നെ നോക്കുന്നത്. പക്ഷെ ദിലീപ് ഫുള്ള് ഷൂട്ടിനും അതേ മൂഡിലാണ് നടക്കുന്നത്. ഞാനിവിടെ വന്നിരുന്നു, ഞാനും ജമേഷ് കോട്ടക്കൽ ഫോട്ടോഗ്രാഫറോടേക്ക് വന്നിട്ട് ഇതേപോലെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ആ ഒരു സ്റ്റൈലിലായിരുന്നു. ഈ സിനിമയിൽ ഇത്ര കാലം അഭിനയിച്ചത് എനിക്ക് 130ഓളം സിനിമയായി അല്ലേ? വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റവും വ്യത്യസ്തമെന്ന് തോന്നിയ ഒരു റോള് ഏതായിരിക്കും? വ്യത്യസ്തമായ എല്ലാം എന്നെ സംബന്ധിച്ചെല്ലാം ഒരു നല്ല ഒരു അമ്മ, ഒരു തറവാട്ടിലെ അമ്മ അങ്ങനെയുള്ള ക്യാരക്ടർ കൂടി. അതിൽ ചാന്തുപൊട്ട്, പിന്നെ ലയണിലെ അമ്മ നല്ലതായിരുന്നു. പിന്നെ കണ്ണേ മുടങ്ങുക എന്നുള്ള ഒരു പടം ആൽബർട്ടിൻ്റെ, അത് അങ്ങനെയൊക്കെ വ്യത്യസ്തം എന്ന് പറയാൻ അത് 3-4 ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം. അപ്പോൾ ഈ കഥയൊക്കെ കേട്ടിട്ടാണോ തിരഞ്ഞെടുക്കുന്നത്? കഥ ഫുള്ള് കഥയൊന്നും നമ്മൾ കേൾക്കാറില്ല. നമ്മളോടൊന്ന് പറയും, അതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളും ഒന്ന് പറയും, ഇന്ന ക്യാരക്ടറാണ് ചേച്ചി ചെയ്യുന്നത്. ഈ മക്കളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നല്ല പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോവാണ്. വിനു ആയാലും അനു ആയാലും അവരും സിനിമയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? നിങ്ങൾ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നോ? ബിനു ഈ പറഞ്ഞ പോലെ സിനിമയിലായിരിക്കും അവനെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇളയാളിനെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അയാൾ പഠിക്കാനും ഒക്കെ ഇത്തിരി ഇതായിരുന്നു. ഇവൻ ഇത്തിരി ഉളപ്പനായിരുന്നു. മൂത്ത് അവൻ്റെ പോക്ക് കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അവന് ഇങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എൻ്റെ സീരിയലിൻ്റെ വർക്ക് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ കരുനാപ്പള്ളിയിൽ നിന്ന് വിട്ട് തിരുവനന്തപുരത്ത് താമസമായി. അപ്പോഴാണ് മോന് NDTF-ലാണ് ഇളയാൾ. അപ്പോൾ ഇവൻ ബീനുക്കുട്ടൻ ഡിഗ്രി അവിടെ പഠിക്കുമായിരുന്നു. ഇയാൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ NDTF-ൻ്റെ ഒരു ആപ്ലിക്കേഷൻ അയച്ച് അതിന് അയാൾക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അത് ടൂൾ ഡിസൈനിങ് കോഴ്സിന് കിട്ടി. അതപ്പോൾ എറണാകുളത്തായിരുന്നു അവരുടെ ക്യാമ്പസ്. അപ്പം ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. ഞങ്ങൾ തിരുവനന്തപുരത്തുമായിരുന്നല്ലോ അന്ന്. ക്ലാസ്മേറ്റ്സ് ഷൂട്ട് നടക്കുന്ന സമയം. പിന്നെ മറ്റേ ജോഷി സാറിൻ്റെ ഒരു പടം അത് റിലീസായില്ലെന്ന് തോന്നുന്നു, പൊള്ളാച്ചി നടക്കുന്നുണ്ടായിരുന്നു. ജനോ അങ്ങനെ അങ്ങോട്ട് ഒരു സുരേഷ് ഗോപിയുടെ ഒരു പടം. അപ്പം ഞങ്ങൾ അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ ആ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവനെ ഹോസ്റ്റലിലാക്കി പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഹോസ്റ്റലിൽ കയറും, മോനെ കാണും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമം. ഇയാൾക്ക് ആകെ കൂടെ ഒരു സൺഡേ ലീവ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സൺഡേ തിരുവനന്തപുരം വന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സാറ്റർഡേ കിട്ടുന്ന ആഴ്ചകളിലേ ഉള്ളൂ അവിടെ വന്നിട്ട് പിറ്റേന്ന് ഇനി ട്രെയിനിൽ തിരിച്ചിഞ്ഞ് വരും. അപ്പോൾ അയാൾക്ക് ഭയങ്കര
മൂഡൗട്ട്. ഓ. പിന്നെ ഈ ഹോസ്റ്റലിലെ ജീവിതമില്ലേ, എല്ലാം തന്നെ ചെയ്യണ്ടേ, വാഷ് ചെയ്യുന്നതിനായാലും അതിനെല്ലാം തന്നെ. ചിലപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് വരുമ്പോൾ ഇയാൾ അവിടെ നിൽക്കുന്നതാണ് നമുക്ക് ഭയങ്കര സങ്കടം വരും. അവനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെയാണ് നമ്മൾ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് എന്തായാലും യാത്രയാണ്, അപ്പോൾ എവിടെയായാലും നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ എറണാകുളം ഷിഫ്റ്റ് ചെയ്തിട്ട് മോനെ പിന്നെ വീട്ടിൽ നിന്ന് വിട്ടു കോളേജിൽ. അങ്ങനെ പഠിച്ചത്. അങ്ങനെയാണ് എറണാകുളം സെറ്റിലായത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വിനുക്കുട്ടന് ഇപ്പം മോൻ ഡിഗ്രി കഴിഞ്ഞ് നിന്ന് അവനെ കാറ്ററിംഗ് കോളേജ്, മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ അഡ്മിഷന് എടുത്ത്. വിനുവിന് അവിടെ പോവാ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അന്ന് അഡ്മിഷൻ ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും പോയി ഹോസ്റ്റലിൽ നിർത്താനുള്ള സാമഗ്രികളായിട്ടൊക്കെ പോയെ, കിടക്കാൻ പെട്ടിയായിട്ടൊക്കെ പോയി. അവിടെ ചെന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിനയൻ വിളിക്കുന്നത്, ചേട്ടനെ, വിനയൻ സാർ, ഡയറക്ടർ വിനയൻ. അപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചു, 2-3 പ്രാവശ്യം വിളിച്ച്. ഏതോ നമ്പർ, നമുക്ക് നമ്പർ അറിയില്ല. അപ്പോൾ ഒരേ നമ്പറിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ പുറത്തിറങ്ങി സംസാരിച്ചു. അപ്പോൾ ഇവിടെ അകത്ത് മീറ്റിംഗ് നടക്കുക. അപ്പം സംസാരിച്ചപ്പോഴാണ് വിനയൻ സാർ അപ്പം പറഞ്ഞു, വിനു അപ്പം കുറേ നാളായി വിനുവിനെ കണ്ടിട്ട് സാർ, ഇപ്പം അവൻ എങ്ങനെയുണ്ട് സൈസൊക്കെ. ഒരു പടം അജന്ത എന്ന് പറഞ്ഞത്, തമിഴ് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവനെ കണ്ടിട്ട് കുറേ നാളെ മോനെ ഒന്ന് കാര്യം ചെയ്യും, മോനെയും കൊണ്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളിതുപോലെ അഡ്മിഷൻ ദിവസം അവനെ ഇവിടെ കൊണ്ട് ചേർത്ത് കേട്ടോ. അത് പറഞ്ഞാൽ അത് സാരമില്ല, ഒന്ന് ജസ്റ്റ് മൂന്നാറല്ലേ, വലിയ ദൂരമില്ലല്ലോ, ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഹോസ്റ്റലിലോട്ട് പോയില്ല. അവരടുത്ത് കോളേജിൽ പറഞ്ഞ് നമ്മുടെ വീട്ടിലൊരു എമർജൻസി ഉണ്ട്, ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കിടക്കേട്ടൊക്കെ തിരിച്ച് തന്നെ വന്നു വിനയൻ സാറിൻ്റെ അടുത്ത് പോയി. മോനെ കണ്ടപ്പോൾ അവരും വന്ന തമിഴിൽ അവരും വന്നു, കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി. ഹണി റോസ് ആയിരുന്നു ഹീറോയിൻ. ഇവരെ രണ്ടുപേരെയും കൂടെ ഫിക്സും ചെയ്തു. ഒരു 1-1.5 ആഴ്ച ആയപ്പോഴത്തേക്ക് ഷൂട്ടും തുടങ്ങി. അപ്പം പഠിത്തം അവിടെ സ്റ്റോപ്പായി. പിന്നെ ഹോസ്റ്റലിലെ ഫീസൊക്കെ അടച്ചത് അവരെന്തൊക്കെയോ കുറച്ചൊക്കെ തിരിച്ചു തന്നു, ബാക്കിയൊക്കെ പോയി. എന്തായാലും പിന്നെ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പം ഇയാൾക്ക് പിന്നെ ഇത് ഇൻട്രസ്റ്റും അഭിനയിച്ചു. അങ്ങനെ അജന്ത നല്ല രീതിയിലായിരുന്നു ആദ്യം ഷൂട്ടൊക്കെ നടന്ന്. ഒരു 3/4 ഭാഗം ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ബ്രേക്കായി പടം. ബ്രേക്കായപ്പോഴത്തേക്ക് ആകെ ടെൻഷനായി. പഠിത്തവും പോയി, സിനിമയും പോയി. എനിക്കാകെ പ്രശ്നമായി. ഞാനിങ്ങനെ അപ്പം ചേട്ടൻ ഭയങ്കര കൂളായിരുന്നു. ചേട്ടൻ പറഞ്ഞില്ല, അവനിതാണെങ്കിൽ വരുന്ന ഈ സമയം. അപ്പം ബിനുവിനും ഒരു ടെൻഷനായി. അപ്പം പറഞ്ഞു സാറ് അവന് സമാധാനം കൊടുക്കുന്ന അച്ഛനായിരുന്നു, കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുമ്പോഴാണ് ജോയി സാറ് നിവേദ്യത്തിന് വിളിക്കുന്നത്. അപ്പം പിന്നെ ആ ഒരു സെറ്റായി. അങ്ങനെ പോയാണ് നിവേദ്യം ചെയ്യുന്നത്. ആദ്യത്തെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ നിങ്ങൾ വിനു അഭിനയിക്കുമ്പോൾ? അജന്തയിൽ പോയിട്ടുണ്ട്. അത് ഭയങ്കര, എൻ്റെ തുടക്കമൊക്കെ ഭയങ്കരമായിരുന്നു. ആന വരെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പൂജയും കാര്യങ്ങളും. ഭയങ്കര രീതിയിൽ തുടങ്ങിയത്. പക്ഷെ പടം ഒരു 3/4 ഭാഗം വരെ നന്നായിട്ട് പോയി. പിന്നെ എന്തോ അവിടെ അവരുടെ പ്രശ്നത്തിൽ അത് സ്റ്റോപ്പായി. പിന്നെ നിവേദ്യം കഴിഞ്ഞ് സൈക്കിളും കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കി ഭാഗം ഫില്ല് ചെയ്തു. പിന്നെ അവർ വിളിച്ചു അതിൻ്റെ ബാക്കി. ഹണിയൊന്നും പോയില്ല, ഹണി റോസൊന്നും പോയിട്ടില്ല. പിന്നെ അത് ഫുൾ ഇതാക്കി കൊടുത്തു. ഊട്ടി വെച്ചായിരുന്നു എൻ്റെ ലാസ്റ്റ് സീനൊക്കെ. അന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഈ നിവേദ്യം ഒരുമിച്ചിരുന്നാണോ കണ്ടത്, അച്ഛനും അമ്മയും മക്കളും? അപ്പൊ അതിലൊരു നടനെ കണ്ടെത്തിയോ വിനുവിന്റെ കാര്യത്തിൽ? എന്തായിരുന്നു ഉണ്ടല്ലോ. അപ്പം നമുക്കൊരു അവൻ ഷൂട്ടിന് നമ്മൾ പോവായിരുന്നു. ഷൂട്ട് കണ്ടപ്പോഴേ മോശമാവില്ല എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പിന്നെ ലോയി സാറിൻ്റെ കയ്യിലും അല്ലേ, അത് കറക്റ്റ് ചെയ്യിച്ചോളൂ. പിന്നെ സൈക്കിൾ വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ നമുക്ക് മനസ്സിലായി ഇത് ഉണ്ടാകും ഇനി ഇവിടെ എന്നുള്ളത് അല്ലേ. അനുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അനു ആദ്യം മടിച്ചു നിന്നിട്ട് പിന്നെ അനു സംഭവിച്ചത്, അനു പെറ്റിറ്റീഫ് കഴിഞ്ഞ് അവന് ബാംഗ്ലൂരിൽ 1 വർഷം ജോലി ചെയ്യുമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ ഓർക്കുഡ് ഒരു ഓർമ്മക്കൂട്ടെന്നും പറഞ്ഞൊരു പടം. അത് ലോയി സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, മനോജായിരുന്നല്ലോ പുള്ളിയും. പിന്നെ സിബി സാറിൻ്റെ മോന്, ലാലു അലക്സിൻ്റെ മോന്, ഇങ്ങനെ കുറച്ച് മക്കളെല്ലാം കൂടെ ഉള്ള ഒരു അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ വിഷ്ണു ബാലകൃഷ്ണ ഇവരെല്ലാം കൂടെ ചെയ്ത ആ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവന് വലിയ താല്പര്യമില്ല. അപ്പോൾ കണ്ണേ മടങ്ങുക എന്നും പറഞ്ഞൊരു സിനിമ ഞാനും വിനുവും ഉണ്ട് അതിനകത്ത്, നവ്യയെ ഉണ്ട്. അപ്പം നവ്യയുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമിലുള്ള ഏജാ. വിനു നവ്യയായിരുന്നു അതിനകത്തൊരു ഇത്. എൻ്റെ മോളായിരുന്നു നവ്യ. അപ്പം അതിൽ ചേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. പടം അറിയാവോ? ആ പാറമട ഷൂ ഉള്ള പോലാളിയായിട്ട് ചേട്ടനും അതിനകത്തൊരു ചുമ്മാ ചെയ്തു. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം അതിൻ്റെ ഡയറക്ടർ ആൽബർട്ട് പറഞ്ഞ് ഇവനെയും കൂടെ പിടിച്ചിട്ടാണ്. ഒരു ദിവസം ഇവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ അവനെ എടുത്ത് പറഞ്ഞു, അതല്ല വിനുവിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഒരു ലെറ്റർ കൊടുക്കുന്ന ഒരു സീൻ അവൻ ചെയ്തല്ല. അവന് ദേഷ്യം. ആ പടം കാണുമ്പോഴറിയാം അവൻ്റെ മുഖത്താ ഇറിറ്റേഷൻ. സിനിമ പറഞ്ഞിട്ട്
അങ്ങനെ ചുമ്മാ ഒരു രസത്തിന് ചെയ്യിച്ചു. അന്ന് അവന് വലിയ താല്പര്യമില്ലായിരുന്നു. അവൻ ഇതിനകത്ത് വരുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. അവൻ പഠിച്ചു, അവൻ്റെ ജോലി കാര്യങ്ങളുമായിട്ട് പോകുമെന്ന് വിചാരിച്ച്. അങ്ങനെ ഓർക്കുഡ് കഴിഞ്ഞു. പിന്നെ വന്നത് തീവ്രത്തിനിങ്ങനെ. അപ്പം തീവ്രം വന്നപ്പം ഓർക്കുഡിൻ്റെ ആ സമയം കഴിഞ്ഞിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. ഓർക്കുഡിൻ്റെ സമയത്താണ് അതിൻ്റെ പ്രിവ്യൂ കണ്ടു ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ മരിക്കുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാളാകെ ഡൗൺ ആയത്. പറഞ്ഞ പോലെ പഠിത്തത്തിൻ്റെ ആ ജോലിയുടെയും പുറത്തു പോകാനുള്ള ഒരു എല്ലാം അങ്ങ് ഇതായിപ്പോയി. അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് തീവ്രം സിനിമ വരുന്നത്. അങ്ങനെ തീവ്രത്തിൽ പോയി. അപ്പോൾ അതിനകത്ത് തീരെ മെലിഞ്ഞിട്ടായിരുന്നു ഇവൻ. അപ്പോൾ അവർക്ക് ഇച്ചിരി തടിയും വണ്ണമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഡയറക്ടർ പറഞ്ഞു, മോൻ 1 മാസം തരാം, അതിന് വണ്ണം വെച്ച് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കൊണ്ട് അവൻ വണ്ണിച്ചു. അവർക്ക് അതൊക്കെ കഴിച്ച് വണ്ണമൊക്കെ വെച്ച്. പിന്നെ അവൻ തന്നെ ദുൽഖറും അവനും കൂടെ അവിടെ ഓർമ്മയില്ലേ അതിനകത്ത് രാഘവൻ ചെയ്തു. അത് കഴിഞ്ഞത് പിന്നാണ് അയാൾക്ക് സിനിമയിലോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. അപ്പോൾ ഈ ജോലി ഇതും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ജോലിക്ക് ലീവ് എടുത്തോണ്ട് വന്നും ഫുൾ ടൈം അഭിനയിക്കാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലി റിസൈൻ. 1 വർഷം കഴിഞ്ഞപ്പോൾ ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ അമ്മയുടെ എന്തായിരുന്നു അഭിപ്രായം? അവരുടെ ഇഷ്ടം പോലെ എന്നുള്ള അഭിപ്രായമുള്ളായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പിടിച്ചിട്ട് പിന്നെ അങ്ങനെ ജോലിക്ക് വേണ്ട കാര്യമില്ല. അവന് താല്പര്യമാണെങ്കിൽ പൊയ്ക്കോട്ടെ. നമ്മുടെ അച്ഛനും അങ്ങനെ പഠിപ്പിച്ച അതേ രീതി തന്നെ നമ്മൾ ഫോളോ ചെയ്തു. ഞാനൊക്കെ ആണെങ്കിൽ അനുവിന് ഏത് സിനിമയാണെന്ന് ഓർമ്മയില്ല, ഏതോ സിനിമ കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരാന്ന് അന്വേഷിച്ചാണ്. അപ്പോഴാണ് ഇത് വിനുവിൻ്റെ അനിയനാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സിനിമയാണോ മനസ്സിൽ കക്ഷിയുടെ? ഇനിയിപ്പം ഫുൾ സിനിമയായി. അപ്പോൾ അങ്ങനെ പാരമ്പര്യം മുറിയാതെ ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഒറ്റക്കൊമ്പൻ ഷൂട്ട് നടക്കുന്നു. അതെ, ഒറ്റക്കൊമ്പനിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക, അച്ഛൻ തുടങ്ങി വെച്ച ആ പാരമ്പര്യം ഇങ്ങനെ പടർന്ന് പല ശാഖകളിലൂടെ പടർന്ന് അല്ലേ? അതെ, വലിയ പേരുദോഷം ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതിനൊരു പേരുദോഷം ഉണ്ടാകേണ്ട. അച്ഛനൊരു പേരുദോഷം ഉണ്ടാക്കാതെ ഇതുവരെ കൊച്ചുമക്കളെല്ലായാലും വലിയ കുഴപ്പമില്ലാതെ പോന്നു. അതെ, എന്തായാലും വളരെ സന്തോഷം. അപ്പം അനു കഴിഞ്ഞ ദിവസം ഒരു വണ്ടി എടുത്തു അല്ലേ? നയനി മഹീന്ദ്ര അല്ലേ? അപ്പോൾ അനുവിനെ പരിചയപ്പെട്ടിട്ടില്ല. വിനുവാണ് നമ്മുടെ അടുത്ത സുഹൃത്തെങ്കിലും. അപ്പോൾ അനുവിന് വണ്ടിയൊക്കെ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കാൻ നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് കൂടെ തന്നു വിടാം. ബൈജുവിൻ്റെ അത് കണ്ടാണ് അവന് എല്ലാ വണ്ടിൻ്റെ റിവ്യൂ അത് കാണും. അവൻ റിവ്യൂ കണ്ടിട്ടാണ് സെർച്ച് ചെയ്ത് ഇതിലേക്ക് പോയത്. വണ്ടി ഇഷ്ടപ്പെട്ടോ? വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും വിനുവിന് കൊടുക്കുക, വൃത്തിയായിട്ട് വണ്ടിയൊക്കെ കഴുകി സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തെന്ന് അവസാനിപ്പിക്കും. താങ്ക് യു. അപ്പം കൊച്ചിയിലൊരു പ്രമുഖ ഡീറ്റെയിലിംഗ് സെൻറ്റർ റോഷോ നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. കാക്കനാട് തന്നെയാണ്, താമസിക്കുന്ന അടുത്ത് തന്നെയാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് സെൻറ്ററും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് നമ്മൾ ആശ്വസിക്കുന്നു. സ്ഥിരമായിട്ട് വരുന്നവരെ പാവം ഒരു അമ്മയുടെ വേഷമാണ്, കാഴ്ചകൾ അങ്ങനെയാണല്ലോ ഈ ചിരിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട്. എങ്കിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും നിലനിർത്തേണ്ട കാര്യമൊന്നുമില്ല, പാരമ്പര്യം മക്കളും ഒക്കെ അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം ഭംഗിയായി പോട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.